കേട്ടിടത്തോളം ജമാഅത്തിന്റെയും ലീഗിന്റെയും പിന്തുണയാണ് വി ഡി സതീശന്റെ അയോഗ്യത. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാൽ ബി.ജെ.പി വളരുമെന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കൂടി നിരീക്ഷണം. ആബിദ് അടിവാരമിക്കയും കൂട്ടരും കൂടി സതീശന്റെ കാര്യത്തിൽ തീരുമാനമാക്കി. ലീഗുകാരും ജമാഅത്തും വെറും വോട്ടുകുത്തകൾ മാത്രമാണ് എന്ന് ഇതിലൂടെ തെളിഞ്ഞു. ഇടതും വലതും തരാതരം പോലെ ഉപയോഗിക്കുന്ന വോട്ട് ബാങ്ക് അവർ വിചാരിക്കുന്ന പോലെ കേരള രാഷ്ട്രീയത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ നിലവിലെ സാഹചര്യത്തിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. പിണറായി എഫക്ട് കഴിഞ്ഞാൽ ലീഗിന്റെ വോട്ട് മേടിച്ചാണ് സത്യത്തിൽ UDF ഇത്ര വലിയ വിജയം നേടിയത്. പക്ഷേ ബി.ജെ.പി വളർച്ച കുറഞ്ഞ ലീഗിന്റെ അർഹതപ്പെട്ട അവകാശങ്ങൾ UDF നിഷേധിക്കുന്നു. ലീഗിനേക്കാൾ സ്വാധീനം മെത്രാന്മാർക്ക് ക്രിസ്ത്യൻ സമുദായത്തിന് കോൺഗ്രസിലുണ്ട്. കാരണം അവർ ക്രിസ്ത്യൻ ലീഗായി നിൽക്കാതെ ദേശീയ പാർട്ടിയിൽ താക്കോൽ സ്ഥാനങ്ങളിൽ കയറിക്കൂടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്, കോൺഗ്രസിലുണ്ട്, ബി.ജെ.പിയിലുമുണ്ട്. ഇനിയെങ്കിലും ഇതിൽ നിന്ന് ലീഗും അണികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ എന്ന രാജ്യത്ത് സമുദായ പാർട്ടിയായി നിന്ന് നിങ്ങൾ വളരാനും പ്രാതിനിധ്യം നേടാനും കഴിയില്ല. ആ കാലം കഴിഞ്ഞു. ദേശീയ പാർട്ടികളിലേക്ക് ചേക്കേറി അവരിൽ ഒരാളാവുക എന്നതാണ് മുസ്ലിങ്ങൾക്ക് നല്ലത്. ഷാഫിക്ക് മുഖ്യമന്ത്രിയാകാനുള്ളതിന്റെ 100-ൽ 1 സാധ്യത കുഞ്ഞാലിക്കുട്ടിക്കില്ല. ഈ മാറ്റം നടക്കുന്നില്ല എങ്കിൽ എന്നും വോട്ട് കുത്താൻ മാത്രം വിധിക്കപ്പെട്ട ജനതയായി കഴിയാം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു അവകാശവും സമുദായ പാർട്ടിക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. ആ കാലം കഴിഞ്ഞു.